ഹായ് ഫ്രണ്ട്സ്, ഞാൻ സമസ്ത ലോകം എന്നെ കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ദയവായി ഞാൻ 87 ആകുമെന്ന് ഈ 28 ജൂലൈ ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്ന കാരണമാകുന്നത് എൻ്റെ അംശമാവുന്ന അത്ഭുത കഥയാണ്. ഷാർലസ് ഷോബിൻ്റെ നന്ദി. ഓഹരി വ്യാപാരം നടത്തുന്ന കമ്പനി, കൂടാതെ ബാങ്കിംഗ് ഉണ്ട്. അവർ പറഞ്ഞു, നിങ്ങൾ ഇനിയിച്ച് സമർപ്പിക്കേണ്ടതാണ്. എനിക്കൊരു US പാസ്പോർട്ട് ഉണ്ട്. എനിക്ക് മുമ്പിൽ ഒരു ബ്രിട്ടീഷ് പാസ്പോർട്ടായിരുന്നു. അതിൽ ഞാൻ ഇപ്പോൾ താമസിക്കുന്നതിനാൽ എൻ്റെ പുതുക്കിയതുണ്ടായിരുന്നില്ല. എനിക്കൊരു പാസ്പോർട്ട് ഉണ്ട്. അത് ഓരോ 10 വർഷത്തിന് കുട്ടിയാക്കുന്നു, അല്ലെങ്കിൽ അതുകൊണ്ട് ഈ കമ്പനി, ഈ സ്ത്രീ എന്നോട് പറയുന്നു, മിസ്റ്റർ ഡേവിഡ്, നിങ്ങൾ സമർപ്പിച്ച സർട്ടിഫിക്കറ്റ് നല്ലതല്ല. ഞാൻ സമർപ്പിച്ചതാണ് ഒരു ശരിയായ ഒപ്പുവെച്ച അഭിഭാഷകരുടെ സാക്ഷ്യം, ഇന്ത്യൻ മുഖത്തിലുണ്ടായ രേഖകൾ. അവർ പറഞ്ഞു അത് വേണ്ട, അല്ലെങ്കിൽ അവരൊന്നും പറഞ്ഞു. ഇപ്പോൾ അവർ പറയുന്നു ഞാൻ നിയമങ്ങൾക്ക് അനുയോജ്യമായിരിക്കും. ഞാൻ പറഞ്ഞത് എന്താണെങ്കിലും എന്തും നിയമങ്ങൾ, അവന് തികച്ചും മറുപടിയില്ല. ഇവിടെ പ്രശ്നം എന്താണ്? എനിക്ക് ജോലി ചെയ്യുമ്പോൾ മിഷിഗൻ ബെൽ ടെലിഫോൺ കമ്പനിക്ക് 1968 മുതൽ 74 വരെ AT&T ഈ കമ്പനി കുഴപ്പത്തിൽ 10,000 ജീവനക്കാരെ പുറത്താക്കി. മിഷിഗനിൽ നിന്ന് 60 ആളുകൾ. അവർക്കും 3 വർഷം ശമ്പളം. കമ്പനി വിട്ടുപോകാൻ പ്രേരണയായി. അവരെനിക്ക് ഓർക്കൊടുക്കുന്നില്ല. ബഹുമുഖത, രാഷ്ട്രജാതി, വർണ്ണം, ലൈംഗികത. പ്രശ്നമിതാണ്. ആ കേസ് ഇപ്പോഴും നടന്നു. ഏകദേശം 40 വർഷം. ഇപ്പോൾ ഈ ഷാർലസ് ഷോബിന്റെ സന്ദേശത്തിൽ എന്നാണ്, മിസ്റ്റർ ഡേവിഡ്, നിങ്ങളുടെ പാസ്പോർട്ട് US സർക്കാരിലൂടെ പ്രസിദ്ധീകരിച്ച് ഒന്നുകിൽ ചേരുന്നു. അവന്റെ പ്രസ്താവന എന്തൊക്കെയാണ്? എനിക്ക് 4 അക്ഷര കൽപ്പക ഛന്ദോകൾ ഉപയോഗിക്കാം, എന്നാൽ ഞാൻ അവയെക്കുറിച്ച് അറിയിപ്പു. എന്നാൽ ചോദ്യം ആയതോ, ഞാൻ കമ്പനിയെ വിട്ടു. ഞാൻ ഭീഷണിയിലായിട്ട് ഒപ്പുകോർത്തു. ഗുസ്തീറ്റുകൾ, അടിമത്തത്തിലൂടെ ഞാൻ ഈ കമ്പനിയിലേക്ക് പേണമെന്ന് വേണ്ടി അതിന്റെ പേര് മാറ്റുകയും ചെയ്തു. നമുക്ക് മാറാം. ആ സമയത്ത് ഞാൻ കേട്ടത് 9,200 ഓഹരികൾ, സീസർ വാക്ക്, ടെക്സ്റ്റുകൾ, പൊതുവായ ഉറവിടങ്ങൾ 100 ഓഹരികൾ, സോണി കോർപ്പറേഷൻ 400 ഓഹരികൾ, US 500 ഓഹരികൾ. അവൻ പറഞ്ഞു, ഈ കരാറിൽ മാർഗിന് 25,354. സെയിൻസിനെതിരെ ഫൈനൽ ജഡ്ജ്മെന്റ്. ഇതുപോലെ തന്നെയായും നത്തിങ്. ഓഹരികൾ 25,000 നിന്റെ അധികം 25. ആ പരാതി ഇപ്പോൾ അവർ പറയേണ്ടത് നിന്റെ പെൻഷൻ. അവർ ചെയ്യുന്നതില്ല. അവരെന്നെ അറിയാൻ കഴിയുന്ന അവർ പെൻഷൻ നൽകും. സംസ്ഥാന പെൻഷൻ, റോയൽ മെയിൽ പെൻഷൻ. അവർ 15 തൊഴില 537 സമർപ്പിച്ചു. അതും ഇന്ത്യയിൽ അവർ നിങ്ങൾക്ക് നൽകിയാൽ അല്ലാതെ അധികമായി. ഇന്ത്യയും UK അവർ വെച്ച് സ്വന്തം. മൊത്തത്തിൽ ഒരു ഉടമ്പടി. അതൊരു മനസ്സിലാക്കാത്ത വാദമാണ്.
തുടങ്ങുക. ആ സമയത്ത് At the time, ഇപ്പോൾ ഞാൻ, എൻ്റെ ഭാര്യ, me, my wife, Cecily, Cecily, 4 മക്കളോട് കൂടെയായിരുന്നു. എനിക്ക് ഈ തുക കിട്ടണം. receiving the money from യുവക്കഥത്തിൽ. get-go. എന്നാൽ അവർ തെറ്റിച്ചു. ഇപ്പോൾ അവർ ഇത് നൽകുന്നു. ഞാൻ ഇന്ത്യയിൽ. അതത് സമയത്ത് അവർ പണം നൽകിയിരുന്നേ. At that time, ഞങ്ങൾ യുദ്ധം തീർത്തു. സേവ്ഡ് our lives. വിവാഹം ഒരിക്കലും പൊട്ടിയേക്കില്ല. അതിനാൽ ഉത്തരവാദിത്വമുള്ള വിഭാഗം നിങ്ങൾക്ക് ആരംഭിക്കാൻ പോകുക. to start. എനിക്ക് ശേഷം മിഷിഗൻ ബെല്ലിൽ ജോലി ചെയ്തിരുന്നു. കൂടാതെ ATT, ഞാൻ നിങ്ങൾക്കൊണ്ട് മുമ്പ് പറഞ്ഞതുപോലെ ജനങ്ങളുടെ പ്രകാശം. അവരെനിക്ക് പണം നിർദ്ദേശിച്ചതായി പറഞ്ഞു. എനിക്കതിൽ താല്പര്യമില്ല. അവരെന്നെ പുറത്താക്കി. ഞാൻ അവസാനത്തിൽ ഒപ്പ് ചട്ടിച്ചു കെട്ടാൻ മജ്ബൂരിയായിരുന്നു. ഒരു റിലീസ് കരാറിൽ കമാൻഡും ദുർബലത്വവും അടിസ്ഥാനമാക്കി. ഞാനിപ്പോൾ ഒരു പൈസയും ലഭിക്കുന്നില്ല. ഞാനൊരു കപ്പലിൽ വന്നില്ല. പല മെക്സിക്കൻ തൊഴിലാളികൾ എങ്ങനെയിലേക്കാണ് വന്നത്. ഞാനൊരു വിമാനത്തിൽ എൻ്റെ ഭാര്യയോട് കുഞ്ഞുങ്ങളോടും കൂടിയാണ് വന്നത് അമേരിക്കയിലേക്ക്. ഇപ്പോഴെത്തൽ ഈ സ്ത്രീ എനിക്ക് പ്രൊവോക്ക് ചെയ്യാൻ. ഞാൻ ആഗ്രഹിക്കുന്നത് ലോകം ഇവിടെ എന്താണ് നടക്കുന്നു എന്ന് മനസ്സിലാക്കിയിരിക്കണമെന്ന്. അവൾ ഒരു US സ്വീകരിക്കുന്നത് എന്തുകൊണ്ടാണ്? അവരെനിക്ക് എത്ര പണം ഞാൻ സംസാരമായിട്ടില്ല. സാധാരണ പരസ്യങ്ങൾ നൽകുന്നില്ല. എൻ്റെ മുൻ ഭാര്യ ഒരു വാസ്തവം എഴുതിയിരുന്നു. ഏകമായ ധനം. അവർ നിങ്ങളെ ഫലങ്ങൾ നൽകുന്നില്ല. എങ്ങനെ അവർ അത് നൽകുന്നില്ലെന്ന കാരണം എന്താണ്? അവരുടെ പ്രതിസന്ധിയാൽ അവർ പണം പ്രേരിപ്പിക്കാണോ? ഒരു സാവധാനത്തിലേക്ക് തിരിയുന്നു. ലോകം കേൾക്കണം. ആരെ അഭിയുള്ള ഏതെങ്കിലുമാണ്. ഞാൻ അവർക്ക് എന്റെയുടെ അനുഭവിച്ച് സൂക്ഷിപ്പുകാര്യം നൽകുന്നത്. യുകെയിലും അമേരിക്കയിലും ഞാൻ അവിടെയുണ്ട്. 50 വർഷങ്ങൾ മതിയായ എന്റെ പെൻഷൻ ഫണ്ട് അഭ്യർത്ഥിക്കാം. 4008 രൂപം പൂരിപ്പിക്കുന്നു. അവരെന്താണ് ചെയ്യുന്നതെന്നും എനിക്കറിവില്ല. അവരറിയുന്നില്ല. അവർ ഞങ്ങളെ ചിത്രീകരിക്കുന്നില്ല. ഒരു രൂപമുണ്ടെന്ന് അവർ SSI 21 എന്ന് പറയുന്നു. അവർ ഞങ്ങൾക്ക് പറഞ്ഞിരുന്നെങ്കിൽ നാം അത് ചെയ്തിരിക്കും. അവർ ഞങ്ങൾക്ക് ഒരിക്കലും പറയുന്നില്ല. അതിനാൽ ഞങ്ങൾ വിവരങ്ങൾ നൽകാൻ കഴിയുന്നില്ല. അമേരിക്കൻ UK സർക്കാരിന് ആരുടെ പിഴവാണിത്? US സർക്കാരിന്റെ പിഴവോ എന്റെ പിഴവോ? എത്ര കോടി ആളുകൾ തട്ടിപ്പിലേക്ക് പോകും? UK എവിടെ പോകുന്നു? അമേരിക്ക എവിടെ പോകുന്നു? ഞാൻ ആഗ്രഹിക്കുന്നു ലോകം ഇതറിയാം. ശരി, വളരെ നന്ദി. കൂടെ ഞാൻ നിങ്ങളെ എല്ലാ 250 ജന്മദിനത്തിന്റെ ഹൃദയം തന്നാൽ ഇതാവശ്യമില്ല. വളരെയധികം സമയത്തിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു കാര്യങ്ങൾ മടങ്ങും. എല്ലാം പ്രവർത്തിക്കും. പ്രസിഡന്റ് ട്രംപിന്റെ കീഴിൽ അദ്ദേഹം ശ്രമിക്കും. അവൻ ഡെമോക്രാറ്റുകൾ എന്താണ് ചെയ്തത്? ഞാൻ പറയുന്നു, അവരെങ്ങനെയായിരുന്നു തട്ടിപ്പ് ചെയ്തു. അവർ 2 വയസ്സുള്ള ഒരുവന്റെ മുഖത്ത് ഒപ്പ് ചെയ്യാൻ പ്രേരിപ്പിക്കുമായിരുന്നു. നാം അന്വേഷണം നടത്തിയപ്പോഴേക്കും അപ്പോൾ ഞങ്ങൾ കണ്ടെത്തിയ അവർ തന്നെ ഓരോ ആ പേപ്പർ. അവൻ ഹവായിലേക്ക് ഫ്യൂജിറ്റീവ്. അവൻ നമുക്ക് ഷിവറിംഗ്. അവൻ പാൻസിലെ കഞ്ചാവ് പോകും. ഈ ദൈവം സംതിങ്. ഞാൻ പ്രൊവോക്ക് ചെയ്യുന്നു. 87 വയസ്സിൽ പോലും ഞാൻ എൻ്റെ പൈസ സർക്കാർ കൊണ്ടിക്കോളാം. അമേരിക്കൻ സർക്കാർ അല്ലെങ്കിൽ യുകെയിൽ അവർ കണ്ടെത്തുന്നു. എസ്-ക്യൂബ് താനും. ഞാൻ ഓംബുഡ്സ്മാൻ വഴിയിലൂടെ പോയി. ഞാൻ IDRPക്കായി പോയി. ഒടുവിൽ ഫലം ജയിച്ചിട്ടില്ല. ഞാൻ പ്രതീക്ഷിച്ചിരുന്നു എൻ്റെ പണം UK നൽകിയ ഏറ്റവും കുറഞ്ഞത്
ഞാൻ ഈ മാസം 28-ാം തീയതി എൻ്റെ ജന്മദിനം രാത്രിയിൽ 8th of this month. അതേസമയം ട്രംപിന്റെ ഭരണത്തിൽ ഞാൻ അറിയുന്നു അവൻ അവരെ കൈക്കൊണ്ടു I know പിടിക്കും. he will nail them. അവരെ Okay. വിടവ് Bye, guys. ഗൈസ് വിടവ് Bye.